ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലോ രാഷ്ട്രീയ സ്വാധീനമോ പോലീസ് സ്റ്റേഷനിൽ നിലനിൽക്കുന്നുവെന്നത് ശരിയല്ല. പോലീസിൻ്റെ കൃത്യങ്ങൾ നിർവഹിക്കാൻ അവർക്ക് പൂർണ്ണമായ അവകാശവും സ്വാതന്ത്ര്യവുമുണ്ട്. ഒരു തരത്തിലുള്ള ബാഹ്യ ഇടപെടലും ഇപ്പോൾ പോലീസ് സ്റ്റേഷനുകളെ ഭരിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അങ്ങ് എത്ര ഭംഗിയായിട്ടാണ് ഒരു സ്റ്റേറ്റ്മെന്റിലൂടെ നടത്തിയത്. ബാഹ്യമായ ഇടപെടൽ കേരള പോലീസിലില്ലാന്ന് അങ്ങേക്ക് നെഞ്ച് കൈവച്ച് പറയാൻ പറ്റുമോ? ബാഹ്യമായ ഇടപെടലുകൾ കേരളത്തിലെ പോലീസിലില്ലെന്ന്. സാർ, പോലീസിലെ ഹൈറാർക്കിയിലുള്ള മേലുദ്യോഗസ്ഥന്മാർ പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാർ കേൾക്കുമോ? SP നിയന്ത്രിക്കുന്നത് ആരാ? നിങ്ങളെ ജില്ലാ കമ്മിറ്റികളല്ലേ? നിങ്ങളുടെ SHOമാരെ നിയന്ത്രിക്കുന്നത് ആരാ? ഏരിയ കമ്മിറ്റികളല്ലേ? സാർ, എത്രയോ സംഭവങ്ങൾ ഈ നാട്ടിലുണ്ടായി, എത്രയോ സംഭവങ്ങൾ. നാഷണൽ ഹൈവേയിൽ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നാഷണൽ ഹൈവേയിൽ ഒരു ക്രിമിനൽ തോക്ക് ചൂണ്ടി ചില്ലുകല്ല് പൊളിച്ചു. അപ്പൊ അവര് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. അപ്പൊ അവർ ഏത് ക്രിമിനലാന്ന് ചോദിച്ചു. അപ്പൊ അയാളുടെ പേര് പറഞ്ഞു, ഇന്ന ആളാണ്. അയ്യോ, അതാണെങ്കിൽ നിങ്ങൾ വിട്ടേക്ക്, നിങ്ങൾ സ്ഥലം വിട്ടു പോയിക്കോ, അത് ഇവിടുത്തെ ഏരിയ സെക്രട്ടറിയുടെ സ്വന്തം ആളാണെന്നോ. അവര് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു. ഞാൻ കാണിച്ചെന്ന വാർത്ത. പോലീസ് സ്റ്റേഷനിൽ പോയി അവർ പരാതി കൊടുത്തു. പരാതി കൊടുത്തപ്പോൾ അവിടുത്തെ SHO ഉപദേശിച്ചു, ഇയാൾക്കെതിരായിട്ടാണെങ്കിൽ, ഈ ക്രിമിനലിനെതിരായിട്ടാണെങ്കിൽ കേസും പരാതിയൊന്നും നൽകാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അയാളെ സംരക്ഷിക്കാൻ വേറെ ആളുണ്ടെന്ന്. ചാലക്കുടിയിൽ നിങ്ങളുടെ ഒരു പാർട്ടിക്കാരൻ പോലീസ് ജീപ്പിന്റെ മുകളിൽ കയറിയെന്ന് ആ ഗ്ലാസ് തല്ലി പൊളിച്ചില്ലേ, അവനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോ ആരവനെ ഇറക്കിക്കൊണ്ടുപോയത്? പോലീസ് ജീപ്പിൽ നിന്ന് ഏരിയ സെക്രട്ടറി. ആ ഏരിയ സെക്രട്ടറി അറസ്റ്റ് ചെയ്തോ? അവിടെ ചെന്ന് ഒരു പ്രധാനപ്പെട്ട നേതാവ് പ്രസംഗിച്ചല്ലോ, ആ ചാലക്കുടി SIയെ റോഡിലിട്ട് പേപ്പട്ടിയെ പോലെ തല്ലിക്കൊല്ലുമെന്ന്. നിങ്ങളൊരു നടപടിയെടുത്തോ? എന്നിട്ട് പറയാണ് ബാഹ്യമായ ഇടപെടലുകൾ ആ പോലീസിൽ ഇല്ലെന്ന്.